റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ തുസീബുഹു മുസീബ, ഒരു മുസ്ലിമിന് ഒരു ആപത്തുണ്ടായാൽ, ഒരു മുസ്ലിമിന് ഒരു പ്രയാസമുണ്ടായാൽ, രോഗമുണ്ടായാൽ, മക്കൾ മരിച്ചുപോയാൽ, ഭാര്യ മരിച്ചുപോയാൽ, ഭർത്താവ് മരിച്ചുപോയാൽ, ബിസിനസ് ഡള്ളായി പോയാൽ, ബിസിനസ് തകർന്നു പോയാൽ, ഇങ്ങനെ കഷ്ടമോ എന്തെങ്കിലും ഒരു വിഷം ഒരു മുസ്ലിമിന് വന്നാൽ, ഒരു മുസ്ലിമിന് അങ്ങനെ ഒരു പ്രയാസമുണ്ടായാൽ, ഫയഖൂലു മാ അമറഹുല്ലാഹ്, അല്ലാഹു അവനോട് പറയാൻ പറഞ്ഞത് അവൻ പറയുകയും ചെയ്താൽ, എന്താണ് അല്ലാഹു പറയാൻ പറഞ്ഞത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, اللهم أجرني في مصيبتي وأخلفني خيرا منها اللهم أجرني في مصيبتي وأخلفني خيرا منها. അറിയോ ദിക്ർ അറിയോ? എല്ലാവരും ഉറക്കെ ചൊല്ല്. اللهم أجرني في مصيبتي وأخلفني خيرا منها. ഇത് ചെല്ലാറുണ്ടോ? എന്തെങ്കിലും പ്രയാസം വരുമ്പോ സ്ഥിരമായത് ചെല്ലുന്ന ആളുകളൊന്നും ഉണ്ടെങ്കിൽ കൈ പൊക്കി നോക്കട്ടെ. മാഷാ അല്ലാഹ്, 2-3 ആളുകളുണ്ട്. മാഷാ അല്ലാഹ്. ഇത് കാണാതെ പഠിക്കുക. എന്ത് പ്രയാസം ജീവിതത്തിൽ വരുമ്പോഴും ഉടനെ ചെല്ലേണ്ട ദിക്റാണത്. ഇതൊരുപാട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാൻ ഇഷ്ടം പോലെ ആളുകൾക്കുണ്ടാകും ഈ കഥകൾ പറയാൻ. ഇത് പറഞ്ഞപ്പോ ഉടനൊരു പരിഹാരം അല്ലാഹു നൽകുന്നത്. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ, എന്തെങ്കിലും ഒരു പ്രയാസം ജീവിതത്തിൽ നേരിടേണ്ടി വന്നാൽ നിങ്ങൾ ഉടനെ പറഞ്ഞേക്കണം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരല്ലേ. അല്ലാഹുമ്മ അജുർനി ഫീ മുസീബതി, അല്ലാഹുവേ എനിക്ക് വന്ന ഈ മുസീബത്തി ഞാൻ ക്ഷമിക്കുകയാണ്, എനിക്ക് പ്രതിഫലം തരണേ. അല്ലാഹുവേ ഈ വന്ന മുസീബത്തിൽ ഞാൻ ക്ഷമിക്കുകയാണ്, എനിക്ക് പ്രതിഫലം തരണേ അല്ലാഹ്. മക്കള് മരിച്ചുപോയി, അല്ലാഹുവേ എന്റെ മകൻ മരിച്ചുപോയിരിക്കുകയാണ്, ഞാൻ ക്ഷമിക്കുന്നുണ്ട്, എനിക്ക് നീ പ്രതിഫലം തരണേ അല്ലാഹ്. ഒരുപാട് ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നത്. പക്ഷേ 2 മാസമാകുമ്പോഴേക്കും നഷ്ടങ്ങളുടെ ഒരു നഷ്ടത്തോടെ നഷ്ടം വന്നു, ആ ഒരു ടെക്സ്റ്റൈൽസ് പൂട്ടേണ്ടി വന്നു. പറഞ്ഞേക്കണേ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ അജുർനി ഫീ മുസീബതി, അല്ലാഹുവേ എന്റെ ഈ മുസീബത്തിൽ എനിക്ക് നീ പ്രതിഫലം തരണേ അല്ലാഹ്. വഅഖ്ലിഫ്നി ഖൈറൻ മിൻഹാ, ഇതിനേക്കാളും നല്ല ഒരു പകരം നീ എനിക്ക് നൽകണേ അല്ലാഹ്. ഇതിനേക്കാളും നല്ല ഒരു പകരം നീ എനിക്ക് നൽകണേ അല്ലാഹ് എന്നൊരാൾ ദുആ ചെയ്താൽ, ഇല്ലാ അഖ്ലഫല്ലാഹു ലഹു ഖൈറൻ മിൻഹാ, എന്തൊരാപത്താണോ അയാൾക്ക് വന്നത് അതിനേക്കാളും നല്ലൊരു പകരം അല്ലാഹുവിന് നൽകുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞതാരാ? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ വമാ യൻതിഖു അനിൽ ഹവാ, നബിതങ്ങളൊന്നും സ്വന്തമായി പറഞ്ഞതല്ല, തന്നിഷ്ടപ്രകാരം പറഞ്ഞ വാക്കുകളല്ല. വമാ യൻതിഖു അനിൽ ഹവാ, സ്വന്തം താല്പര്യത്തോടെ ഇച്ഛിച്ചുകൊണ്ട് താൻ ഇച്ഛിച്ചതുപോലെ പറഞ്ഞ വാക്കുകളല്ലത്. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അല്ലാഹു പറയാൻ പറഞ്ഞതാണ്. നബിയെ ഇത് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണമെന്ന് അല്ലാഹു പഠിപ്പിച്ചതാണ്, പറഞ്ഞു തന്നത്. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തന്നത്. ഇത് നടക്കാതെ പോവില്ലല്ലോ. അതുകൊണ്ട് എന്ത് പ്രയാസം വന്നാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിന്റെ ഹബീബും സ്വഹാബാക്കളും ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നബി തങ്ങളുടെ സമീപത്തുള്ള ഒരു വിളക്ക് കെട്ടുപോകുന്നത്, വിളക്കണഞ്ഞു പോകുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് ഉടനെ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വീട്ടിലിരുന്നിട്ട് ഖുർആൻ ഓതുമ്പോഴാ പവർ കട്ട്, കറണ്ട് പോകുന്നത്. അപ്പൊ ഉടനെ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ പറയണം. അത് സ്വഹാബാക്കൾ ചോദിച്ചു, നബിയേ ഒരു വിളക്ക് കെട്ടതിന്റെ പേരിൽ, വിളക്കണഞ്ഞു പോയതിന്റെ പേരിൽ നിങ്ങൾ ഇസ്തിർജാ ചെയ്യുകയോ, നിങ്ങൾ ഇന്നാ ലില്ലാഹി എന്ന് പറയുകയോ? ഒരു വിളക്കല്ലേ കെട്ടുപോയത്, അതിന് ഇത്രയും വലിയൊരു മുസീബത്താണോ ഇത്? നബി തങ്ങൾ പറഞ്ഞു, സഹാബ, ഒരു മുഅ്മിനിന് വിഷമമുണ്ടാക്കുന്ന എന്തൊരു വസ്തു ഉണ്ടായാലും അത് മുസീബത്ത് തന്നെയാണ്. മുഅ്മിനിനെ വേദനിപ്പിക്കുന്ന, മുസ്ലിമിനെ വേദനിപ്പിക്കുന്ന എന്ത് സംഭവമുണ്ടായാലും അത് ആഫത്ത് തന്നെയാണ്, അത് മുസീബത്ത് തന്നെയാണ്. ആ സമയത്ത് നിങ്ങൾ പറയണേ, ഇന്നാ
ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉമ്മു സലമയ്ക്ക് അല്ലാഹുവിന്റെ ഹബീബ് എന്നൊരു ഭർത്താവിന് ലഭിച്ചത് എങ്ങനെയാണ് അറിയുന്ന വിഷയമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. അബൂ സലമ ലോകത്തോട് വിട പറഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നത്, ഉമ്മു സലമ എന്തിനാണ് കരയുന്നത്? ഉമ്മു സലമ പറഞ്ഞു, നബി എന്റെ ഭർത്താവ് മരിച്ചു പോയിരിക്കുകയാണ്, എന്റെ ഭർത്താവ് എന്നോട് വിട പറഞ്ഞു പോയിരിക്കുകയാണ്, ഞാനേറെ സ്നേഹിക്കുന്ന, ഞാനേറെ ആദരിക്കുന്ന എന്റെ ഭർത്താവ് മരിച്ചു പോയിരിക്കുകയാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഭർത്താവ് മരിച്ചുപോയാൽ കരയുകയല്ല ചെയ്യേണ്ടത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി. അല്ലാഹുവേ, എന്റെ ഈ ഭർത്താവ് മരിച്ചുപോയത് എനിക്ക് വിഷമമാണല്ലോ, ഞാൻ സഹിക്കുകയാണല്ലോ, എനിക്ക് നീ പ്രതിഫലം തരണേ. വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. ഇതിനേക്കാളും നല്ലൊരു പകരം നീ എനിക്ക് തരണേ എന്നുള്ള ദിക്ർ പഠിപ്പിച്ചു കൊടുത്തപ്പോഴാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നത്, അല്ല നബിയേ, അബൂ സലമയെക്കാളും നല്ലൊരു ഭർത്താവ് കിട്ടാനോ? നമ്മുടെ ഭാര്യമാർ അങ്ങനെ പറയോ? എന്റെ ഭർത്താവിനെക്കാളും നല്ലൊരു ഭർത്താവിന് കിട്ടൂല എന്ന് നമ്മുടെ ഭാര്യമാർ പറയോ? അല്ല പോയി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയോ? അബൂ സലമ റളിയല്ലാഹു അൻഹു, അബൂ സലമയെക്കാളും നല്ല ഒരാൾ ഇനി എനിക്ക് കിട്ടാനോ നബിയെ? ഏതായാലും അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ പറഞ്ഞതല്ലേ, എന്റെ ജീവിതത്തിൽ ഞാൻ പറയാൻ തുടങ്ങി, പറഞ്ഞു തുടങ്ങേണ്ട താമസം അബൂ സലമയെക്കാളും നല്ല ലോകത്തുള്ള ഏറ്റവും മഹത്തായ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ ഹബീബ് ഭർത്താവായി ലഭിക്കുകയാണ്. ഭർത്താവായി ലഭിച്ചതാരെ? അബൂ സലമയെക്കാളല്ല, ലോകത്തുള്ള സർവരെക്കാളും ശ്രേഷ്ഠനായ ഒരാളെ ഉമ്മു സലമയ്ക്ക് അല്ലാഹു തആല ഭർത്താവായി നൽകുകയാണ്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. പ്രയാസം വന്നോ, ഇഷ്ടംപോലെ അനുഭവങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഞാനത് ഇവിടെ പറയുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. എങ്ങനെ പറഞ്ഞാൽ ഇല്ലാ അഖ്ലഫല്ലാഹ്, അല്ലാഹു അയാൾക്ക് പകരം കൊടുക്കുക തന്നെ ചെയ്യുമെന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. ഇല്ലാ അഖ്ലഫല്ലാഹു ലഹു ഖൈറൻ മിൻഹാ. എന്തൊരാപത്താണോ വന്നത് അതിനേക്കാളും നല്ലൊരു പകരം അല്ലാഹു അയാൾക്ക് നൽകുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം